ഉത്തരവ് ലംഘിച്ചെത്തിയ കാപ്പ കേസ് പ്രതിയെ സിനിമാ സ്റ്റൈൽ പിടികൂടി പോലീസ്. കാപ്പ ചുമത്തി നാടുകടത്തിയ അമ്പലത്തറ സ്വദേശി റംഷീദും സുഹൃത്തുമാണ് MDMA-യുമായി പിടിയിലായത്. പടന്നക്കാട് ദേശീയപാതയിൽ വെച്ച് പോലീസ് വളഞ്ഞിട്ട് റംഷീദിനെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ദേശീയപാതയിൽ പടന്നക്കാട് മേൽപ്പാലത്തിന് മുകളിൽ നിന്നാണ് കോസ്തുർഗ് പോലീസ് സിനിമാ സ്റ്റൈലിൽ പ്രതിയെ പിടികൂടിയത്. അമ്പലത്തറ സ്വദേശികളായ റംഷീദ്, സുബൈർ എന്നിവരാണ് MDMA-യുമായി കോസ്തുർഗ് പോലീസിന്റെ പിടിയിലായത്. കോസ്തുർഗ്, അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി റംഷീദിനെതിരെ കവർച്ച, അടിപിടി, മയക്കുമരുന്ന് കടത്തടക്കം നിരവധി കേസുകളുണ്ട്. ഇയാളെ ജില്ലയിൽ നിന്നും നാടുകടത്തി കണ്ണൂർ റേഞ്ച് DIG നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നും MDMA-യും പിടികൂടി. കാഞ്ഞങ്ങാട് DYSP P ബാലകൃഷ്ണൻ നായരുടെ സ്ക്വാഡംഗങ്ങളായ ASI അബൂബക്കർ കല്ലായി, പോലീസുകാരായ നികേഷ്, ജിനേഷ് എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കാസർഗോഡ്. സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച പ്രതിക്ക് 35 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും. പത്തനംതിട്ട കണ്ണങ്കര സ്വദേശി ബാബുവിനെയാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പോക്സോ ആക്ട് 3, 4, 5, 6 വകുപ്പ് പ്രകാരമാണ് കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം അധികമായി തടവ്. തൃശൂർ വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ റബ്ബർ തോട്ടത്തിൽ കാട്ടാന പ്രസവിച്ചു. ഇന്നലെയാണ് വനാതിർത്തിയോട് ചേർന്ന ഹാരിസൺ മലയാളം യൂണിറ്റ് റബ്ബർ തോട്ടത്തിൽ കാട്ടാന പ്രസവിച്ചത്. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികളാണ് തോട്ടത്തിൽ കാട്ടാന പ്രസവിച്ചതായി കണ്ടെത്തിയത്. വലിയ 3 ആനകൾ കുട്ടിയാനയ്ക്ക് സംരക്ഷണമൊരുക്കി സമീപത്തു നിന്നും മാറാതെ നിൽപ്പുണ്ട്. കുറച്ചകലെയായി കാട്ടാനക്കൂട്ടവും തമ്പടിച്ചിട്ടുണ്ട്. തൃശൂർ ദേശീയപാതയിൽ പുതുക്കാട് പിതാവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥിനി ലോറി ഇടിച്ചു മരിച്ചു. ആമ്പല്ലൂർ വടക്കുമുറി സ്വദേശിനി ശിവാനിയാണ് മരിച്ചത്. റോഡിൽ വീണുകിടന്ന ഇരുവരെയും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശിവാനിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ സുനിൽ ചികിത്സയിലാണ്. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ ലോറി അങ്കമാലിയിൽ നിന്ന് പോലീസ് പിടികൂടി. ലോറി സ്കൂട്ടറിൽ ഇടിച്ചിട്ടില്ലെന്നും നിയന്ത്രണം വിട്ടാണ് സ്കൂട്ടർ മറിഞ്ഞതെന്നുമാണ് ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി. കൊല്ലം കൊട്ടാരക്കര കുന്നത്തൂർ പാലത്ത് നിന്ന് വിദ്യാർത്ഥി കല്ലട ആറ്റിലേക്ക് വീണു. ചവറ സ്വദേശിനി ഭാഗ്യലക്ഷ്മിയാണ് ആറ്റിൽ വീണത്. പുത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ നിന്ന് ഫയർഫോഴ്സും കൊല്ലത്തു നിന്നെത്തിയ സ്കൂബ ടീമും തെരച്ചിൽ ആരംഭിച്ചു. 2 മാസം മുമ്പ് കുന്നത്തൂർ സ്വദേശിനിയായ വിദ്യാർത്ഥി പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. 2:30-ഓടെയാണ് ഭാഗ്യലക്ഷ്മി കല്ലട ആറ്റിലേക്ക് വീണതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഭാഗ്യലക്ഷ്മിക്കായി തെരച്ചിൽ തുടരുകയാണ്. കണ്ണൂർ തളിപ്പറമ്പിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധന. മാഹിയിൽ നിന്ന് വാങ്ങിയ 32 കുപ്പി മദ്യവുമായി യുവാവ് പിടിയിലായി. അസം സ്വദേശി ദുലബ് ഗോഗോയാണ് അറസ്റ്റിലായത്. കുറുമാത്തൂർ ഭാഗങ്ങളിൽ ഇരട്ടി വിലയ്ക്ക് മാഹി മദ്യം വിൽപ്പന നടത്തിവരികയായിരുന്നു ഇയാൾ. മലഞ്ചരക്ക് മോഷണം പതിവാക്കിയ ദമ്പതികൾ മലപ്പുറം അരീക്കോട് പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് മുക്കം സ്വദേശിയായ റിയാസ്, ഭാര്യ ഷബാന എന്നിവരാണ് അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നാളികേരം, അടയ്ക്ക, റബ്ബർ ഷീറ്റ് ഉൾപ്പെടെയുള്ളവയായിരുന്നു ഇവർ മോഷണം നടത്തിയിരുന്നത്. നേരത്തെ നോക്കിവെച്ച ശേഷം ആളൊഴിഞ്ഞ സമയങ്ങളിൽ വാഹനത്തിൽ ഇവ മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന രീതിയാണെന്ന് ഇവർക്കെന്നും പോലീസ് പറഞ്ഞു. ഇരുവേറ്റി പാറാട്ടുകുണ്ട് എന്ന സ്ഥലത്തുള്ള അബ്ദുള്ള എന്നവരുടെ വീട്ടിൽ വെച്ചിട്ട് പുലർച്ചെ ഒരു 3 മണിക്ക് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന അടയ്ക്ക മോഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ രാവിലെ ഒരു സ്ത്രീയെയും, ഷബാന എന്ന് പറയുന്ന സ്ത്രീയെയും അവരുടെ ഭർത്താവ് റിയാസിനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവർ 1 വർഷക്കാലമായിട്ട് നിരന്തരമായിട്ട് പല സ്ഥലങ്ങളിലും മോഷണം നടത്തി വരികയാണ്. ഇനിയും പരാതികൾ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മറ്റു കേസുകളുമായിട്ട് ബന്ധമുണ്ടെന്നും സംശയമുണ്ട്. അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പ്രധാനമായിട്ടും അടയ്ക്കയാണ് കൂടുതലായിട്ട് മോഷണം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ, റബ്ബർ ഷീറ്റ് എന്നിവയും ഇവർ മോഷണം നടത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് നടത്തിയിട്ടതായി സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും മുമ്പ് പുറത്തു വന്നിട്ടുള്ളതാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ 2 കിലോ സ്വർണവുമായി ഒരാൾ പിടിയിലായി. ക്യാപ്സ്യൂൾ രൂപത്തിൽ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. 2 യാത്രക്കാരിൽ നിന്ന് 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണമാണ് പിടികൂടിയത്. മാസങ്ങൾക്കിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന 65ാമത്തെ സ്വർണ്ണക്കടത്ത് കേസാണിത്. മറ്റു വാർത്തയിലേക്ക്.
കോഴിക്കോട് പുതുപ്പാടിയിൽ പോലീസിന്റെ പരിശോധനയിൽ മയക്കുമരുന്ന് പിടിച്ചു. 5 ഗ്രാം MDMA-യുമായി 2 പേരെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പാടി നരുക്കുംചാൽ സ്വദേശി ജിഷ്ണു, കൈതപ്പൊയിൽ ആറോമൽ ജുനൈസ് എന്നിവരാണ് പിടിയിലായത്. സമാന്തര റോഡ് പുനർനിർമ്മിക്കാതെ തിരുവനന്തപുരം ചിറയൻകീഴ് റെയിൽവേ ഗേറ്റ് അടച്ചത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. മേൽപ്പാല നിർമ്മാണത്തിനായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിറയൻകീഴ് റെയിൽവേ ഗേറ്റ് അടച്ചത്. എന്നാൽ തീരദേശ മേഖലയിലേക്ക് ഉൾപ്പെടെയുള്ളവർ വാഹനങ്ങൾ കടത്തിവിടുന്ന ചിറയൻകീഴ് പണ്ടകശാല ശാർക്കർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ചിറയൻകീഴ് റെയിൽവേ ഗേറ്റ് അടച്ചപ്പോൾ പകരം ഗതാഗതത്തിനായി ഉപയോഗിക്കേണ്ട പാണ്ഡകശാല ശാർക്കര റോഡ് ഗതാഗതയോഗ്യമാക്കി നൽകാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. അഞ്ചുതെങ്ങ് കടക്കാവൂർ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള 100-ലേറെ വാഹനങ്ങൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന പ്രധാന റോഡിലെ റെയിൽവേ ഗേറ്റാണ് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചത്. തീരദേശത്ത് ഉൾപ്പെടെയുള്ളവർക്ക് ആശ്രയമായ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുള്ളതും ഈ റെയിൽവേ ഗേറ്റിനടുത്താണ്. ഗേറ്റ് അടച്ച് ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികളുമായി എത്തുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് തകർന്ന റോഡിലൂടെ 3 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങണം. കഷ്ടിച്ച് 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന ഈ പാതയിൽ കൂടുതൽ വാഹനങ്ങൾ എത്തിയതോടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ശോചനീയാവസ്ഥയായിട്ട് തന്നെ ഏകദേശം 2 കൊല്ലത്തോളം ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ ഉള്ള റോഡെന്ന് പറയുന്നത് ശാർക്കര പണ്ടകശാല റോഡാണ്. ഫ്ലൈ ഓവറിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ബസ് സ്റ്റാൻഡ് റിവേഷൻ ഗേറ്റ് അടയ്ക്കുകയും കടയ്ക്കാർ ഭാഗത്തുനിന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ പോകുന്നതും ആശ്രയിക്കുകയും ചെയ്യുന്നത് ഈ റോഡിൽ കൂടിയാണ്. പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ വളരെയധികം ശോചനീയമാണ്. 2022 വർഷത്തിലെ ഫണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് 50 ലക്ഷം രൂപ അനുവദിക്കുകയും ആ രൂപ വെച്ചാണ് പണി തുടങ്ങിയെങ്കിലും പണി ഇതുവരേക്കും പൂർത്തീകരിക്കാനോ പറ്റിയിട്ടില്ല. റോഡിലെ ഗട്ടറുകളിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. റോഡിലെ കുഴികളെങ്കിലും നികത്തി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ചിറയൻകീഴ്. ക്രിസ്മസ് വരവായി. ക്രിസ്മസിനെ എതിരേൽക്കാൻ കൂറ്റൻ മാലാഖയെ ഒരുക്കി കൊച്ചിയിലെ ദേവാലയം. 65 അടി ഉയരമുള്ള മാലാഖയാണ് മട്ടാഞ്ചേരി ജീവമാതാ ദേവാലയം ഒരുക്കിയത്. നിരവധി പേരാണ് മാലാഖയെ കാണാൻ പള്ളിയിലെത്തുന്നത്. കാർണിവലും ബിനാലയുമായി ഫോർട്ട് കൊച്ചി എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോഴാണ് ജീവമാതാ ദേവാലയം ഈ ഒരു അവസരത്തിൽ തങ്ങൾക്ക് കൂടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചത്. കോവിഡിന് മുൻപൊരു കാലം കൂറ്റൻ നക്ഷത്രം ദേവാലയത്തിന് മുന്നിലൊരുക്കി വിസ്മയം തീർത്ത ഇടവകക്കാർ പിന്നെ മാലാഖയിലേക്ക് തിരിഞ്ഞു. 1 മാസം നീണ്ട പരിശ്രമം പിന്നെ കാണുന്നത് ഇങ്ങനെയൊരു കൂറ്റൻ മാലാഖയാണ്. വെൺചിറകുകൾ ഒതുക്കി പുഞ്ചിരിയോടെ കൈകൾ വിരിച്ച് സമാധാനത്തിന്റെ സന്ദേശവുമായി ദേവാലയ കവാടത്തിൽ 65 അടി ഉയരമുള്ള മാലാഖ വിശ്വാസികളെ സ്വാഗതം ചെയ്യുകയാണ്. രക്ഷകനായ ആ യേശുവിൻ്റെ ആ ഒരു സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുകയാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു ആശയത്തിലേക്ക് വരാനായിട്ടുള്ള കാരണവും ഈ അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളൊക്കെ സമാധാനം എന്ന് പറയുമ്പോൾ ഈ പള്ളിയുടെ കവാടത്തെങ്കിൽ ഇത് വെക്കുമ്പോൾ ഇതിലേക്ക് പ്രവേശിക്കുന്നവരെ ആ രക്ഷനെ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് ഇവിടെ ഉദ്ദേശിച്ച് ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. ആർട്ടിസ്റ്റ് മിൽട്ടൺ തോമസിന്റെ മേൽനോട്ടത്തിൽ ഇടവക സമൂഹത്തിന്റെ സഹകരണത്തോടെയാണ് മാലാഖയെ ഒരുക്കിയെടുത്തത്. നമുക്കൊരു മാസത്തോളമായിട്ടുണ്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതിന്റെ കമ്പികൾ വെൽഡ് ചെയ്ത് അതിന്റെ ബോഡി സ്ട്രക്ചറൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ അനാട്ടമിക്കൽ ഇത് വെച്ച് നോക്കി തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ക്രിസ്തുമസ് ആഘോഷത്തിന് നിറം പകരുന്നതിനൊപ്പം മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ് ഇനി വമ്പൻ മാലാഖ. മാലാഖ എത്തിയതോടെ കാണാൻ ഒത്തിരി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ സെൽഫിയുടെ ആഘോഷമാണ് മാലാഖയ്ക്ക് മുന്നിൽ. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയ പുൽക്കൂട് നശിപ്പിച്ചു.
മുള്ളേരിയ CHCയിൽ ജീവനക്കാർ ഒരുക്കിയ പുൽക്കൂടാണ് നശിപ്പിച്ചത്. പുൽക്കൂടിനകത്തുണ്ടായ രൂപങ്ങൾ എരിഞ്ഞിപ്പുഴ സ്വദേശി എടുത്തുകൊണ്ടുപോയി. ചെറിയ ഇടവേളയിലേക്ക്. $3.25 കോടി ചിലവഴിച്ച് നിർമ്മിക്കാൻ പദ്ധതിയിട്ട കട്ടപ്പന അയ്യപ്പൻ കോവിൽ തോണിത്തടി ചെക്ക് ഡാം നിർമ്മാണത്തിന്റെ കരാർ കാലാവധി അവസാനിച്ചു. പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ നിരവധി ചർച്ചകൾ തുടരുമ്പോഴും ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ എതിർപ്പിൽ ചെക്ക് ഡാം നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ്. അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ കട്ടപ്പന വില്ലേജ് പരിധിയിൽ ആലടി കുരിശുമല ശുദ്ധജല കുടിവെള്ള പദ്ധതി പ്രയോജനപ്പെടുത്തി കുടിവെള്ളം എത്തിക്കാനാണ് പെരിയാറിന് കുറുകെ തടയണ നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. ഇതിനായി കിഫ്ബിയിൽ നിന്നും തുക ചെലവഴിച്ച് മെയ് മാസത്തിൽ പ്രാഥമിക ഘട്ട നിർമ്മാണവും തുടങ്ങി. എന്നാൽ ഡാം സേഫ്റ്റി അതോറിറ്റി സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ നിർമ്മാണം മുടങ്ങി. കൂടാതെ KSEBയും എതിർപ്പുമായി രംഗത്ത് വന്നു. പോലീസിൽ പരാതിയും നൽകി. തുടർന്ന് മന്ത്രിതലത്തിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് 2022 ഡിസംബർ 16 നിർമ്മാണ കരാർ കാലാവധി അവസാനിച്ചത്. എന്നാൽ ചർച്ചകൾ നടക്കുകയാണെന്നും അനുകൂല നിലപാട് ഉണ്ടാകുമെന്നും കരാർ നീട്ടി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നുമാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. ചെക്ക് ഡാം പണി ആരംഭിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിലാണ്. ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഡാം സേഫ്റ്റി പണിക്ക് വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയും അതിന് അന്നേരം ഡാം സേഫ്റ്റി തടയുകയും അതിന് പ്രകാരം പഞ്ചായത്ത് കമ്മിറ്റി കൂടി റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് മന്ത്രിതലത്തിലൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. 16-ാം തീയതി ഇതിന്റെ ടെൻഡർ പിടിച്ചതിന്റെ കാലാവധി തീരുകയാണ്. നമ്മളവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ 13-ാം തീയതി MLA തലത്തിൽ ഇതിന്റെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ മാസം 21-ാം തീയതി മന്ത്രിതലത്തിലുള്ള മീറ്റിംഗും തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനമാകും. നമുക്ക് തുടർന്ന് ഇതിന്റെ പണി ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. തടയണ നിർമ്മിക്കുന്നതിന് ഉദ്ദേശിച്ച സ്ഥലം സംബന്ധിച്ചുള്ള തർക്കമാണ് പദ്ധതിക്ക് പ്രതിസന്ധിയായത്. കരാറുകാരൻ 15 ലക്ഷം രൂപ സർക്കാരിൽ കെട്ടിവെച്ചാണ് നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതി നേരിടുന്ന പ്രതിസന്ധിയെ തുടർന്ന് നിരവധി ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ അവയൊന്നും കാര്യക്ഷമമായില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാർഷിക കേരളം. കേരളത്തിലെ ജൈവ കൃഷിയെപ്പറ്റി പഠിക്കാൻ റഷ്യൻ ദമ്പതിമാർ കണ്ണൂരിലെത്തി. ആദിക്കടലായിലെ EV ഹാരിസിന്റെ കൃഷിയിടത്തിലാണ് കാർഷിക പാഠങ്ങൾ പഠിക്കാൻ ദമ്പതിമാർ എത്തിയത്. മണ്ണിലിറങ്ങാൻ മടി കാണിക്കുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന കാലത്താണ് കൃഷിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് റഷ്യൻ ദമ്പതികൾ കണ്ണൂരിലെത്തിയിട്ടുള്ളത്. ആദിക്കടലായിലെ EV ഹാരിസിന്റെ കൃഷിസ്ഥലത്ത് നിന്നാണ് ബോഗ്ദാൻ ദ്യോറോവിയും ഭാര്യ അലക്സാണ്ടറിയ ഷെബോട്ടോറേവയും പുതിയ പാഠങ്ങൾ പഠിക്കുന്നത്. ഇന്റർനെറ്റിലൂടെയാണ് ഇരുവരും ഹാരിസിനെ കുറിച്ചും ജൈവ കൃഷിയെക്കുറിച്ചും അറിഞ്ഞത്. ഇന്റർനാഷണൽ സൈറ്റായ വൂഫിംഗ് എന്നൊരു സൈറ്റിൽ ഹാരിസ് കാസ് ഫാം ഹൗസ് എന്ന് പറഞ്ഞ് ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ രജിസ്ട്രേഷൻ കണ്ടിട്ടാണ് ഈ റഷ്യയിലുള്ള ഈ 2 കപ്പിള് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഞങ്ങൾക്ക് ഫാമിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ട്, വരാൻ വേണ്ടി പറ്റുമോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനൊക്കെ ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ. വീടിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു മോസ്കിറ്റോ നെറ്റൊക്കെ ഇട്ടിട്ട് കിടക്കേണ്ടി വരും. അവർ പറഞ്ഞു നോ പ്രോബ്ലം, നമ്മളിവിടെ കിടന്നുറങ്ങാനല്ല വന്നത്, നമ്മളിവിടെ വന്ന് ആ ഓർഗാനിക് ഫാമിങ് എങ്ങനെയാണെന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തിയാൽ ജൈവകൃഷിയിൽ സജീവമാകാനാണ് ദമ്പതിമാർ ആഗ്രഹിക്കുന്നത്. ഹാരിസിന്റെ തോട്ടത്തിലെ ആട്ടിൻകുട്ടികളും കോഴികളും താറാവുകളുമെല്ലാം റഷ്യൻ ദമ്പതികളോട് ഇണങ്ങിക്കഴിഞ്ഞു. So we also, like from this international website with organic farms, we came here. There was a list of farms in Kerala, and we choose Haris's farm because he's also doing a beekeeping, and we are quite interested in that also. I didn't study any organic farm. I just had some experience, and it's not a new thing for me. But the way we're doing it, it's new. ഫെബ്രുവരിയോടെ വിതച്ച വിത്തുകളുടെ വിളവെടുത്ത് ഇരുവരും നാട്ടിലേക്ക് മടങ്ങും. ന്യൂസ് 18 കണ്ണൂർ. പയ്യന്നൂർ നഗരസഭ പട്ടയ വിഭാഗക്കാർക്ക് വേണ്ടി 1.5 കോടി രൂപ ചെലവിൽ നടപ്പാക്കിയ ജൈവഗ്രാമം പദ്ധതിയിൽ ക്രമക്കേടെന്ന ആരോപണം. പട്ടയ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതി ഇപ്പോൾ പാഴായ സ്ഥിതിയിലാണ്.
2011-12 കാലയളവിലാണ് പയ്യന്നൂർ കാനായി റോഡിൽ 73 ലക്ഷം രൂപയ്ക്ക് സ്വകാര്യ വ്യക്തിയിൽ നിന്നും ജൈവഗ്രാമം ഒരുക്കാൻ പയ്യന്നൂർ നഗരസഭ സ്ഥലം വാങ്ങിയത്. പട്ടിക വിഭാഗങ്ങൾക്ക് കൃഷി ചെയ്യാനും കൈത്തൊഴിലുകൾ ചെയ്യാനുമായിരുന്നു ലക്ഷ്യം. ഇതിനായി 46 ലക്ഷം ചെലവിട്ട് റോഡും ഓവുചാലും പശ്ചാത്തല സൗകര്യവും ഒരുക്കി. 15 ലക്ഷം ചെലവിട്ട് കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ 10 വർഷത്തോളമായി പ്രദേശമാകെ കാട് പിടിച്ചു കിടക്കുകയാണ്. പാറപ്രദേശത്ത് വലിയ വിലയ്ക്ക് ഭൂമി വാങ്ങിയതിൽ റിയൽ എസ്റ്റേറ്റ് താൽപര്യമുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. പണത്തിന്റെ വലിയൊരു ഭാഗം ചിലർ തട്ടിയെടുക്കുന്നുവെന്ന ആരോപണം അന്ന് നഗരസഭാ കൌൺസിൽ യോഗത്തിലും പുറത്തും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ജൈവഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധാരണയും നടത്തിയിരുന്നു. പയ്യന്നൂർ നഗരസഭയ്ക്കെതിരെയുള്ള ആരോപണം കെട്ടിച്ചമച്ചതാണെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. ന്യൂസ് 18 പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സുവർണ ജൂബിലി ആഘോഷവും നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കും. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആലിമുക്കിലാണ് സമ്മേളനം. ഫോട്ടോ എക്സിബിഷൻ, ഡോക്യുമെന്ററി പ്രകാശനം, ജീവനക്കാരുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ, മുൻ ജീവനക്കാരെ ആദരിക്കൽ എന്നിവയും നടക്കും. വൈകിട്ട് 3 സുവർണ ജൂബിലി ആഘോഷവും നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഉണ്ടാവും. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ സ്വാമി ആനന്ദ തീർത്ഥരുടെ സമാധി മണ്ഡപം നവീകരണം പൂർത്തിയായി. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശില്പങ്ങളുടെ അനാവരണവും പുനർനിർമ്മിച്ച സമാധി മണ്ഡപത്തിന്റെ സമർപ്പണവും നടത്തും. ശ്രീനാരായണ ഗുരുദേവന്റെ അന്തിമ സന്യാസി ശിഷ്യനും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന സ്വാമി ആനന്ദ തീർത്ഥരുടെയും രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും വെങ്കല ശില്പങ്ങളാണ് ശ്രീനാരായണ വിദ്യാലയത്തിൽ സ്ഥാപിക്കുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ 85 ലക്ഷം രൂപ ചെലവിലാണ് പുനരുദ്ധാരണവും വെങ്കല പ്രതിമകളുടെയും സമാധി മണ്ഡപത്തിന്റെയും നിർമ്മിതിയും നടത്തിയത്. പഠിച്ച കുട്ടികൾ തന്നെ സ്വാമിക്ക് ഒരു സമർപ്പണം എന്ന നിലയിൽ നമ്മളൊരു സമാധി മണ്ഡപം, നല്ല രീതിയിലൊരു സമാധി മണ്ഡപം അവിടെ വേണമെന്ന് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടന തീരുമാനിക്കും. അതിൻ്റെ ഭാഗമായാണ് ആ സമാധി മണ്ഡപം നമുക്ക് എല്ലാ രീതിയിലും ഇന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇതിനെ മറ്റുള്ള പ്രവൃത്തികൾക്കായി മുന്നോട്ട് വന്നത് നമ്മുടെ സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അതോടൊപ്പം സഹായ സമിതി ഞങ്ങൾ സഹായിക്കാൻ കുറേ പേര് പയ്യന്നൂരിലെ കുറേ പ്രമുഖ വ്യക്തികൾ മുന്നോട്ട് വന്നിരുന്നു. അധസ്ഥിതരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സ്വാമി ആനന്ദ തീർത്ഥൻ 1931 പയ്യന്നൂർ മൂരിക്കോവിലിൽ സ്ഥാപിച്ചതാണ് ആശ്രമം എന്നറിയപ്പെടുന്ന ശ്രീ നാരായണ വിദ്യാലയം. ഉണ്ണി കാനായിയാണ് ഗാന്ധിജിയുടെയും ആനന്ദ തീർത്ഥരുടെയും ശില്പങ്ങൾ ഒരുക്കിയത്. ശ്രീ നാരായണ ഗുരുദേവന്റെ ശില്പം ഒരുക്കുന്നത് ശില്പി ചിത്രൻ കുഞ്ഞുമംഗലമാണ്. ശ്രീ നാരായണ വിദ്യാലയം നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശില്പങ്ങളുടെ അനാവരണവും പുനർനിർമ്മിച്ച സമാധി മണ്ഡപം സമർപ്പണവും നിർവഹിക്കും. ന്യൂസ് 18 പയ്യന്നൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.